ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനാണ് സീനിയറായ അച്ചി വീട്ടിലെ സംബന്ധക്കാരൻ. അത് കഴിഞ്ഞ് മകന്റെ അച്ചി വീട്ടിൽ വന്ന് തൊരപ്പനയിലെ പോലെ തുരന്ന് ഫുഡ് അടിക്കുന്ന നിങ്ങളെ എന്തല്ല. എടാ, ആട്ടക്കാരിയായ അവളെ അന്നേ ഞാൻ തിരിച്ചറിഞ്ഞതാ. പക്ഷേ അന്ന് ഞാനത് നിന്നോട് തുറന്നു പറഞ്ഞ നീ അത് കേൾക്കില്ലല്ലോ. അതാണല്ലോ ഈ പ്രേമത്തിന്റെ ഒരു കുഴപ്പം. ഉപേക്ഷിച്ചു പോയെങ്കിലും മറ്റുള്ളവരുടെ നോട്ടത്തില് അവൾ ഇപ്പോഴും നിന്റെ ഭാര്യയായിരുന്നവളാ. നിന്റെ കുഞ്ഞിന്റെ അമ്മയുവാ. കുഞ്ഞ് നിന്റേതല്ലെന്ന് എല്ലാവർക്കും ഒന്നും അറിയില്ല. ചേച്ചി, നാട്ടില് നടന്ന് പിന്നെ നിന്നെ നാറ്റിക്കുക. അവൾ എത്ര പേരെ കെട്ടിയെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ചേച്ചി പ്ലീസ്. ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. അതൊക്കെ പോട്ടെ, മോൻ എങ്ങനെങ്കിലും കിടന്നുറങ്ങാൻ നോക്ക്. ഓരോരുത്തരുടെയും തലയിൽ വന്ന് വീഴുന്ന ഇടുത്തിയേ. ഇന്നിവൻ കിടന്നുറങ്ങുന്നത് എനിക്കൊന്ന് കാണണം. മനസ്സിലേക്ക് ഞാനൊരു തീയുണ്ട് എറിഞ്ഞിട്ടുണ്ട്. അല്ലേ? മീരാന്റിയുടെ പടം എന്താ ഈ മുറിക്കകത്ത്? ഇത് മീരാന്റി അല്ല മോളെ, ഇതാണ് സൂര്യമന്ദിരം കോവിലകത്തെ രാജകുമാരി. സാക്ഷാൽ മഹാദേവർമ്മ സാറിന്റെയും സരസ്വതി വർമ്മ മേഡത്തിന്റെയും ഏകപുത്രി പത്മാവതി. അമ്മ എനിക്ക് വലിയ ഇഷ്ടം. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്റെ അച്ഛനെയാ. ഈ അച്ഛന്റെ മകളായി ജനിക്കാൻ കഴിഞ്ഞതാ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. എന്റെ രാജനെ തൊട്ടു പോയത്.
പിന്നെ എന്റെ ഹൃതികെ തൊട്ടവരെ ഞാൻ എന്ത് ചെയ്യണം? എന്താ വിളിച്ചേ? എന്റെ ഋതുമോള്. എന്താടി പ്രിയപ്പെട്ടവളെ ഒരു ദീർഘനിശ്വാസം? എനിക്കറിയാം, എന്റെ ഭാര്യ എന്ന നിലയിലല്ല, ഒരമ്മ എന്ന നിലയിലുള്ള നിന്റെ മനസ്സ്. നിന്റെ മനസ്സിലിരിപ്പ് രാജുവാ, രാജു മാത്രം. എന്റെ അമ്മയും പണ്ടിങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഞാൻ എവിടെ പോയാലും തിരികെ വരുന്നവരെ അമ്മയുടെ ഒരു ഉത്കണ്ഠ. രാത്രി ഞാൻ തിരികെ വരുന്നവരെ അമ്മ ഉറക്കമൊളച്ച് കാത്തിരിക്കും, ചോറും വിളമ്പി വെച്ച്. എടീ, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ അച്ഛന്മാരും അങ്ങനെയൊക്കെ തന്നെയാ. പക്ഷെ അവരുടെ മനസ്സിലുള്ളത് അവര് പ്രകടിപ്പിക്കില്ലെന്ന് മാത്രം. ഏനോട്ടാ, അവനെ ഒന്ന് വിളിച്ചു നോക്ക്. എടീ, നേരം വെളുത്തതല്ലേ ഉള്ളൂ. ഏറ്റവും സുഖമുള്ള ഉറക്കം വെളുപ്പാങ്കാലത്തെ ഉറക്ക. അത് വെറുതെ നഷ്ടപ്പെടുത്തുന്നത് എന്തിനാ? ഉണർന്നാലുടനെ അവനിങ്ങോട്ട് വിളിക്കും. നീ സമാധാനായിട്ടിരിക്കേ. അല്ല, രാജു അച്ചി വീട്ടിലായോ ഇപ്പൊ പൊറുതി? ദണ്ടേ, അച്ചി വീട്ടിലെ പൊറുതി ഒരു അന്തസ് കെട്ട പണിയാണ് കേട്ടോ. അല്ല, പണ്ടേ ചൂട്ടും കത്തിച്ച് പിടിച്ചോണ്ടാ അന്തിക്ക് അച്ചി വീട്ടിലേക്ക് പോകുന്നത്. ഭാര്യ വീട്ടിലെ കാരണവര് എന്ന് പായെടുത്ത് മാറ്റുന്നോ അന്ന് സംബന്ധക്കാരൻ ഗെറ്റ് ഔട്ട്. പിന്നെ അച്ചി വീട്ടിലെ സംബന്ധക്കാരന് പുളിവടിക്ക് അടിക്കണമെന്നാ പഴമൊഴി. ഓ, ഇതിനുള്ള മറുപടി പറയേണ്ടത് നീയാണോ ഞാനാണോ? ഞാൻ തന്നെയാ. പുളുവടി ഇവിടെ ഇല്ല. ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ തല്ല. ഞാനാണ് സീനിയറായ അച്ചി വീട്ടിലെ സംബന്ധക്കാരൻ. അത് കഴിഞ്ഞ് മകന്റെ അച്ചി വീട്ടിൽ വന്ന് തൊരപ്പരയിലെ പോലെ തുരന്ന് ഫുഡ് അടിക്കുന്ന നിങ്ങളെ എന്തല്ല. എടാ, അല്ല, രാജു ഒരു അന്തസ്സുള്ളവനായതുകൊണ്ടാ അവൻ അച്ചി വീട്ടിൽ താമസിക്കുന്നതിന് ഞാൻ എതിർപ്പ് പറഞ്ഞത്. അതുപോലല്ലോ നീ. നിനക്ക് അന്തസ്സും അഭിമാനം ഒന്നുമില്ലല്ലോ. നിങ്ങൾക്കൊണ്ട് തള്ളേതസ് ഡാ, എനിക്കില്ലാതെ പോയത് നീ കാരണോ? നീ പെറ്റ തള്ളയ്ക്ക് നാഴി വെള്ളം കൊടുക്കാതെ ഭാര്യ വീട്ടിൽ വന്ന് താമസിക്കുന്നു. അകലേ നോവിനാലേ